കൈയിൽ സ്റ്റീൽ വള കുടുങ്ങി പഴുത്ത് ദുർഗന്ധം വമിക്കുന്ന പ്രസാദിനെ വേദന കടിച്ചമർത്തുന്ന ദിവസങ്ങളിൽ ഉറങ്ങാൻ പോലും കഴിയാറില്ല. ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തകരുള്ള ഗുരുവായൂരിന്റെ തെരുവിലാണ് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഒരു ചെറുപ്പക്കാരൻ നരകയാതന അനുഭവിക്കുന്നത്. മാനസിക വൈകല്യമുള്ള പേരാമംഗലം സ്വദേശി ആറ്റുവളപ്പിൽ പ്രസാദാണ് ക്ഷേത്രനഗരിയിൽ തീരാ നോവായി മാറിയിരിക്കുന്നത്. 3 പതിറ്റാണ്ടിലധികമായി തെക്കേനടയിലെ മഹാരാജ ജംഗ്ഷനിൽ കടവരാന്തകളിലാണ് കഴിയുന്നത്. ഉത്സവങ്ങൾക്ക് വിളക്ക് പിടിക്കലും ആനപ്പുറത്ത് കുടപിടിക്കലുമൊക്കെയായിരുന്നു ജോലി. വർഷങ്ങൾക്ക് മുൻപ് ആനപ്പുറത്തുനിന്ന് വീണ വലതുകൈയുടെ എല്ല് പൊട്ടിയതിനെ തുടർന്ന് സ്റ്റീൽ കമ്പിയിട്ടിരുന്നു. വർഷങ്ങളായിട്ടും സ്റ്റീൽ കമ്പി നീക്കാതെ പഴുപ്പ് കയറിയതിനെ തുടർന്ന് നാട്ടുകാർ സഹായിച്ചാണ് നീക്കം ചെയ്തത്. വലതുകൈയിലെ വളയിട്ടിരിക്കുന്ന ഭാഗം കുടുങ്ങിക്കിടന്ന പഴുപ്പ് കയറിയിരിക്കുകയാണ്. ആരും കാണാതിരിക്കാൻ കൈ തുണിയിട്ട് മൂടുകയാണ് ചെയ്യുന്നത്. അസഹ്യമായി ദുർഗന്ധം വമിക്കുകയും ഈച്ചകൾ പൊതിയുകയും ചെയ്യുന്നുണ്ട്. നാട്ടുകാർ ആശുപത്രിയിൽ പോകാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ഇയാൾ തയ്യാറാകുന്നില്ല. നിരന്തരം കാണുന്ന നമ്മുടെ പ്രസാദ്, അവന്റെ കയ്യിൽ വളയും മോതിരവും കുടുങ്ങിയിട്ട് ഒരു 1.5 മാസമായി. ഇപ്പോ വളരെ മണം വരുന്ന രീതിയിലാണ് ഇപ്പോ അവന്റെ കയ്യിൽ മൂടിക്കെട്ടി നടക്കുന്നത്. അതിന് സാമൂഹ്യ വകുപ്പും ബന്ധപ്പെട്ടവരും ചികിത്സ സഹായം നൽകി അവനെ നല്ല രീതിയിൽ എത്തിക്കാൻ ശ്രമിക്കണം. ഈ സ്ഥിതി തുടരുന്നത് ജീവന് തന്നെ ഭീഷണിയാണ്. ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, ഗുരുവായൂർ.